എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ഭക്ഷണം നൽകണമെന്നുള്ള ടെൻഡർ നോട്ടീസ് പിൻവലിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നോട്ടീസ് പിൻവലിക്കാൻ ക്ഷീരവികസന വകുപ്പ് തയ്യാറായത്. മെനു പുനഃക്രമീകരിച്ചുകൊണ്ട് പുതിയ നോട്ടീസും പുറത്തിറങ്ങി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഒക്ടോബർ 3-4 തീയതികളിൽ നടത്താനിരുന്ന ക്ഷീര വികസന സംഗമത്തിനാണ് ഇത്തരത്തിലൊരു ടെൻഡർ നോട്ടീസ് പുറത്തിറക്കിയത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ കൂട്ടിച്ചേർക്കരുതെന്ന ചട്ടം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീന ഇത്തരത്തിലൊരു ഉത്തരവിറക്കുന്നത്. ഹലാൽ ചിക്കൻ ബിരിയാണി ഈ സമ്മേളനത്തിൽ വിളമ്പണമെന്നായിരുന്നു ആ ഉത്തരവിലുണ്ടായത്. തുടർന്ന് ഈ ഉത്തരവ് വിവാദമാവുകയായിരുന്നു. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഉത്തരവ് ഇപ്പോൾ തിരുത്തി പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. അതിനുശേഷം ഈ ഉത്തരവ് തിരുത്തി അവർ മറ്റൊരു ഉത്തരവ്, ടെൻഡർ ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഉത്തരവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഒക്ടോബർ 3-4 തീയതികളിലായിരുന്നു എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലൊരു ക്ഷീര വികസന സംഗമം നടക്കേണ്ടത്. വിഷ്ണു, ശരി, ദിസ്നയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.